നവയെരൂശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സിൽ മോദമേറുന്നേ. ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സിൽ മോദമേറുന്നേ. ആശ്വാസം നൽകാതി പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ, ഉള്ളം നീറുന്നേ. ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ. ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ. ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്ക് ഇവനെ അർഹനാക്കുകയും ചെയ്യണമേ. മോറൻ വാലോഹാൻ ലവൽമേ നുകരുന്നോനു കടുങ്കൈ പാണി മരണ കാസവരിക ജവംബോകാമുടയോ നിന്നെ ആരായോ ഹല്ലേലൂയ യോ ഹല്ലേലൂയ. വൈദേശികനെന്നെ വാഞ്ചോ കഷ്ടത പട്ടിണിയില്ലാത്ത രാജ്യത്തിൽ എന്നു ചേരുമോ, എന്നു ചേരുമോ. രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ. രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ. തേജസ്കി പ്രീതിപ്പെട്ടിടണമേ അടിയാനിൽ ഏറും കൃപയ ലിവനെ രക്ഷിക്കാം. ഹല്ലേലൂയ. നമ്മുടെ മണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. Evangelion kadisho de moranesho mshiho goroso samahuniso men yuhanon sliho marsono maris hai furkon navalmo Sabino hokil dan avrono sed moran manohan forukodilanesho mshiho Elsodhaya lohodas basan insulto kadisto Mariam Barak mor folenden hogano hoy യേശുദമ്പുരാൻ അവരോട് പ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിൽ ഉപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു.
പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അതുപോലെ ദൈവം കൃപ ചെയ്യോ. ദാസനെ നീ ജീവാസുരമതുണർത്തണമേ. കറിനു ധ്യാനത്തേന സൗമൻകാലക്രിയലായി ഉയരത്തിൽ നിന്നെഴുന്നള്ളേ ജീവൻ നേവർക്കും നൽകുന്നു. ചെയ്തിടുന്നു പാർക്കുമോ. എന്റെ ശരീരം ചെയ്യുവോൻ പാതാളത്തിൽ പോകാൻ വിടാ ഞാനെന്നും അവൻ ജീവിപ്പ ഞങ്ങത്തെട്ട് മരിച്ചതു ഞാൻ എന്നും കാർത്ത തന്നലിന് മഹത്വം മുറിയോറാകെ മേലോ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവരെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിപ്പിനെ നീ പുത്രനാക്കി അനുകൂലമാക്കണമേ. കർത്താവേ, നിന്റെ ആശ്രയത്തെ കുറിച്ച് വരച്ച് നിന്റെ വരവിനായി നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളുടെ മരിച്ചു പോയിരിക്കുന്നവരെ നീ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും അടി പാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും മരിച്ചു പോയിരിക്കുന്നവരെ ഉയർപ്പിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു എന്ന ശരീരങ്ങളും ആത്മാക്കളും ഒന്നുപോലെ അട്ടഹസിച്ച് പറയുമാറാകണമേ. തേജസ്കിരണങ്ങൾ മാകൂടമണിഞ്ഞു വാഴും ദൂതന്മാർ വാഴും ദൂതന്മാർ ശോഭ അടക്കിയിരുത്തിക്കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതയിലേക്ക് ദുഷ്ടതയിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആരും ദുഷ്ടരായി ജനിക്കുന്നില്ലല്ലോ പ്രിയമുള്ളവരെ. അപ്പോൾ സ്വയത്തിന്റെ ഭൗതികത നമ്മെ ദുഷ്ടതയിലേക്ക് നീക്കുമ്പോൾ ആത്മാവ് പറയാണ്, എനിക്ക് ഒത്തിരി നന്മ ചെയ്യണമെന്ന്, ഒത്തിരി ദൈവത്തെ സ്നേഹിക്കണമെന്ന്, ദൈവകൽപ്പന പ്രകാരം ജീവിക്കണമെന്നൊക്കെയും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നീ എന്നെ സമ്മതിച്ചില്ല. ആരാണ്? ശരീരം. അതെന്നെ സമ്മതിച്ചില്ല എന്ന് പറയുകയാണ്. വീണ്ടും പറയുകയാണ്, നീ എനിക്ക് എന്ത് ഉപകാരമാണ് തന്നത്? ഇതിലായിരുന്നപ്പോൾ എനിക്ക് ഒരു ഉപകാരം തന്നില്ല. നീ എന്നെ കൊണ്ട് ഒത്തിരി ധനസമ്പാദ്യങ്ങളൊക്കെ നേടിച്ചു. അതൊക്കെ എനിക്ക് എന്ത് പ്രയോജനം? ഞാനതെല്ലാം വിട്ടിട്ട് പോവുകയാണ്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? വിധി നിലയത്തിൽ എന്റെ സർവശക്തന്റെ സന്നിധിയിലേക്ക്. സന്തോഷത്തോടെ ദുഃഖങ്ങളില്ലാത്ത വേദനകളില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നുപോയി ലോകത്തിന്റെ ചെറിയ എന്തിനു നിൽക്കുന്നേ അരികിൽ വരുവിൻ സ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ മൃതി പാതാള കവാടത്തിൽ ബന്ധിച്ചെന്നേ
വന്നപ്പോ ചുറ്റും പാർത്തേൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും. വിളികൂട്ടും വെളിവാകും നാഥ, നിൻ ദൈവികമാം വലഭാഗേ നിർത്തണമെന്നേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു.
മഹത്വത്തോടിടുന്നു. അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും ജീവനിശ്വരമായ നല്ലുന്നതയും നിത്യവും ഇടപെടാതർപ്പിക്കുവാൻ യോഗ്യനായി തീരണമേ. പാലിക്കുമ്പോൾ ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും അവരടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോകേണ്ട ഉയർത്തും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന്റെ സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ സമയത്തും സർവനാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഉത്തമനായ തന്റെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനൂറവയും സകലത്തിന്റെ സൃഷ്ടാവ് ലോകത്തെയും അതിന്റെ അവസ്ഥാനങ്ങളെ ക്രമീകരിക്കുന്നതുമായ കർത്താവേ, നീ ഭയങ്കരത്തിന്റെ കൽപ്പനയും മഹനീയനും ദീർഘക്ഷമയുള്ളവരും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയ ചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചുളവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹായ എന്ന നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകലാത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മ അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ദേശപൂർണമായി ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠോനശ്വരമായ ലോകത്തിലേക്ക് ഞങ്ങൾ ഐക്യപ്പെടുന്നു. കർത്താവികാരിമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട് യാത്രയായിരിക്കുന്ന ഇതിന്റെ ദാസന്റെ മരണാന്തര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കുന്നവരായ സമാധാനമാലാഹമാർ പോലെ എന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാവിന്റെ പിടിയിൽ നിന്ന് എന്റെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്നെ വിടർത്തണമേ. തിരുനാം ഭക്തരും തിരുഷ്ടമാചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലുള്ള സേനകൾ ഇവനും ലഭിക്കണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകളെ നിന്റെ ദയവാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലത് കൈ ഇവന് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴയിൽ നിന്ന് ഇവനെ ഉദ്ധരിക്കണമേ. അദൃശ്യമായ ശക്തിയാൽ ഇവനെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരങ്ങളായ ഉറവിടങ്ങളിൽ നിന്ന് ഇവനെ രക്ഷിക്കണമേ. ഇവന്റെ നീക്കിക്കളയണമേ. ദൈവമേ, മുൻപോട്ട് നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളെല്ലാ മാതാപിതാക്കൾക്കും
സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാരെ നീതിയോടെ ഹൃദയത്തെ ഉണർത്തുകയും നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകളിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഇല്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുത്ഥാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടു കൂടി വരുമെന്നും ചോദിച്ചേക്കാം. ബോഷാദി വിതയ്ക്കുന്ന വിദ്യ അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിരീക്ഷിച്ച് സ്വർഗീയ യെരൂശലേമിലെത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരും ഒരുമിച്ച് നിന്റെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും വാണിടുവിൻ ലോകമയന്മാർക്കില്ല ഗുണം കാലം മൂലം പോകും നീൻ എന്റെ കണക്കില്ല സർവരഹസ്യ വിധീശൻ തൻ തിരുസന്നിധിയിൽ ദാസന്റെ പ്രതിഷേധത്തിൽ വീഴ്ത്തപ്പെടുന്നതായി പോരാട്ടം നടത്തുന്നു.
പിന്നെ നവീകരിക്കപ്പെടുകയും തലച്ചിരുന്ന പ്രകാരം ദാവീദാസിൽ നിറവേറിയിരിക്കുന്നു. അവരെന്നോട് പറഞ്ഞപ്പോൾ സന്തോഷിച്ചു. വൈരുദ്ധ്യം സുമുഖ കേകും മൃതിയേ നീ സ്നേഹിതനോടുമോ തീപ്പോനെ ഖേദിപ്പിക്കും. വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരേ സുപ്രഭയാൽ മോദിപ്പിക്കും. നാഥൻ ധന്യൻ. ൂഴിയിലുയരും ശൂശാന പൂക്കൾ വസ്ത്രം കൈപ്പണിയില്ലാത്തതു ചാർത്തിയിടും പോ മക്കൾക്കാ റുക്കുദിശാനീത. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.